Dear students, in the coordinate geometry and the chapter and exercise 7.2 fifth question question video upload find the ratio in which the line segment joining A1 minus 5 and B minus 4 5 is divided by the x-axis. Also find the coordinates of points of division. A1 minus 5 B 4 minus 4 5 ആണ്. അപ്പോൾ കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ്സ് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പി എന്ന പോയിന്റ് എക്സ് വൈ ആണ് ഉണ്ടാവുക. ഇവിടെ എന്താണ് ഈസ് ഡിവൈഡ് ബൈ ദ എക്സ് ആക്സിസ് ആണ്. ബൈ ദ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വൈ 0 ആയിരിക്കും. ഇവിടെ നമ്മൾ k:1 എന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് എടുക്കുക. അതായത് ലെറ്റ് ദ റേഷ്യോ ബി k:1. k:1 ആണെങ്കിൽ നമ്മുടെ സെക്ഷൻ ഫോർമുല എന്താണ്? x is equal to m1 x2 plus m2 x1 divide by m1 plus m2 y equal to m1 y2 plus m2 y1 divide by m1 plus m2. ഇതിൽ m1 m2 എന്ന് പറയുന്നത് kയും 1 ആണ്. അപ്പോൾ x is equal to m1 x2. x is equal to m1 എന്ന് പറയുന്നത് k into ഇവിടെ ഇതാണ് നമുക്ക് x1 y1, ഇത് x2 y2 ആണ്. അപ്പോൾ m1 x2 എന്ന് പറയുന്നത് -4 പ്ലസ് m2 എന്ന് പറയുന്നത് 1 into x1 എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ k plus 1. എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ എക്സും വൈയും, അതായത് ഇത് എക്സ് വൈ ഇടത് ഇതുപോലെ ഇങ്ങനെ തന്നെ എഴുതാം. എക്സ് വൈ എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ എക്സിന്റെ എഴുതി. ഇനി വൈ എന്ന് പറയുന്നത് m1 k ഇൻറ്റു y2 എന്ന് പറയുന്നത് 5 പ്ലസ് m2 എന്ന് പറയുന്നത് 1 ഇൻറ്റു y1 എന്ന് പറയുന്നത് -5 ഡിവൈഡ് ബൈ k plus 1. ഇതാണ് നമുക്ക് പി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 5k minus 5 by k plus 1 equal to നമുക്ക് വാല്യൂ തന്നിട്ടില്ല, എക്സിന്റെ അറിയില്ല. അപ്പോൾ ഈക്വൽ ടു 0 എടുത്തിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ 5k minus 5 by k plus 1 equal to 0. അപ്പോൾ എന്തായി? 5k minus 5 equal to 0. അതായത് ഇത് ഇങ്ങോട്ടേ ക്രോസ് ചെയ്യുമ്പോൾ 0 ആയിപ്പോൾ 5k minus 5 equal to 0. 5k equal to 5, k equal to 1 എന്ന് കിട്ടും. k 1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക്, അതായത് റേഷ്യോ എന്ന് പറയുന്നത് m1:m2 എന്ന് പറയുന്നത് 1:1 തന്നെയാണ് വരുന്നത്. അതിൽ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അതായത് y 0 ആണ്, x എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അത് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഇവിടെ ഇപ്പോൾ നമുക്ക് എങ്ങനെയുള്ളത്? -4k plus 1 by k plus 1. ഇവിടെ 5k minus 5 by k plus 1 ഇങ്ങനെയാണ് ഉള്ളത്. ഇതിൽ നമ്മൾ y ഈക്വൽ ടു ഇത് 0 എടുത്തിട്ടാണ് നമ്മൾ k കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതെന്തായാലും 0 തന്നെ. ഇവിടെ kയുടെ വാല്യൂ കൊടുക്കുമ്പോൾ x കോർഡിനേറ്റ് എന്താണെന്നുള്ളത് കിട്ടും. k എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ -4 plus 1 by 1 plus 1. അപ്പോൾ എത്രയാണ് വരുന്നത്? -3/2. അപ്പോൾ നമ്മുടെ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇവിടെ -3/2, 0 എന്ന് വരും. പി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് y0 തന്നെ, എക്സ് ആക്സിസിലായതുകൊണ്ട് y0, x എന്ന് പറയുന്നത് -3/2. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ. If 1, 2, 4, y, x, 6 and 3, 5 are the vertices of a parallelogram taken in order, then find x and y. അതായത് a എന്ന് പറയുന്നത് 1, 2, b എന്ന് പറയുന്നത് 4, y, c എന്ന് പറയുന്നത് x, 6, d എന്ന് പറയുന്നത് 3, 5 ഇങ്ങനെയാണ് ഉള്ളത്. ഇങ്ങനെയാണെങ്കിൽ എക്സും വൈയും എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പാരലോഗ്രാമിലെ ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ മിഡ് പോയിന്റ്, ഈ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് രണ്ടിനും ഈക്വൽ ആയിരിക്കും. അതായത് കോർഡിനേറ്റ്സ് ഓഫ് മിഡ് പോയിന്റ്സ് ഓഫ് എ സി, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ രണ്ട് ഡയഗണലും ഇവിടെയാണ് ഇന്റർസെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിലുള്ള എക്സ് വൈ എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ഈക്വൽ ആയിരിക്കും. അതായത് ബി ഡി എന്ന ഡയഗണലിൻ്റെയും എ സി എന്ന ഡയഗണലിൻ്റെയും കോർഡിനേറ്റ്സ് ആ ഒരു പോയിന്റിലാണ് ഇന്റർസെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കോർഡിനേറ്റ്സ് ഓഫ് മിഡ് പോയിന്റ് ഓഫ് എ സി ഈക്വൽ ടു കോർഡിനേറ്റ്സ് ഓഫ് മിഡ് പോയിന്റ് ഓഫ് ബി ഡി.
അപ്പോൾ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഫോർമുല എന്താണ്, x1 പ്ലസ് x2 ഡിവൈഡ് ബൈ 2 y1 പ്ലസ് y2 ഡിവൈഡ് ബൈ 2 ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എഴുതുന്നു കോർഡിനേറ്റ്സ് ഓഫ് മിഡ് പോയിന്റ് ഓഫ് AC equal to coordinates of midpoint of BD. അപ്പോൾ ഇതിന്റെ മിഡ് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുക, എ സിയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട്, അതുപോലെ ബി ഡിയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിന് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലുള്ള എക്സ് രണ്ടിലുള്ള എക്സ് കമ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താന്നുള്ളത് കിട്ടും. വൈ ആണെങ്കിൽ വൈ കണ്ടുപിടിക്കുക, അതുപോലെ എക്സും കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എ സിയുടെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് ബൈ 2, 2 പ്ലസ് 6 ബൈ 2. ഇതാണ് കോർഡിനേറ്റ്സ് ഓഫ് മിഡ് പോയിന്റ് ഓഫ് എ സി എന്ന് പറയുന്നത്. കോർഡിനേറ്റ്സ് ഓഫ് മിഡ് പോയിന്റ് ഓഫ് ബി ഡി എന്ന് പറയുന്നത് 4 പ്ലസ് 3 ഡിവൈഡ് ബൈ 2 y പ്ലസ് 5 ഡിവൈഡ് ബൈ 2. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഇതിലുള്ള എക്സും കമ്പയർ ചെയ്യുക, ഇതിലുള്ള വൈയും കമ്പയർ ചെയ്യുക. അപ്പോൾ 1 പ്ലസ് എക്സ് ബൈ 2 ഈക്വൽ ടു 4 പ്ലസ് 3 എന്ന് പറയുന്നത് 7 ബൈ 2. ഇവിടെ 2 ക്യാൻസൽ ആയി. എക്സ് ഇസ് ഈക്വൽ ടു 7 മൈനസ് 1 ഈക്വൽ ടു 6. അപ്പോൾ എക്സ് എന്നുള്ളത് നമുക്ക് 6 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക, 2 പ്ലസ് 6 8 ബൈ 2 ഈക്വൽ ടു ഇവിടെ y പ്ലസ് 5 ബൈ 2. ഇവിടെ 2 ക്യാൻസൽ ആയി. അപ്പോൾ y പ്ലസ് 5 ഈക്വൽ ടു 8, y ഈക്വൽ ടു 8 മൈനസ് 5 ഈക്വൽ ടു 3. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 6 എന്ന് കിട്ടി, y ഈക്വൽ ടു 3. x 6ഉം y 3ഉം ആണ് കിട്ടിയത്. Find the coordinates of a point A where AB is the diameter of a circle. Center നമുക്ക് തന്നിട്ടുണ്ട് 2 മൈനസ് 3 and B 1,4. അപ്പോൾ എന്റെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ x, y എന്ന് എടുക്കുക. Let the coordinates of A B x, y. അപ്പോൾ ഇവിടെ നമുക്ക് എ ബി ഡയമീറ്റർ എന്ന് തന്നതുകൊണ്ട് തന്നെ സി എന്ന് പറയുന്നത് സെൻറ്ററാണ്. സെൻറ്റർ ഇതിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ മിഡ് പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എടുക്കാം, x1 പ്ലസ് x2 ഡിവൈഡ് ബൈ 2, അതായത് ഇത് പ്ലസ് ഇത് ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 2 എന്ന് കൊടുക്കുക. അതുപോലെ y1 പ്ലസ് y2 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 4 എന്ന് കൊടുക്കുക. എന്നിട്ട് കണ്ടുപിടിക്കുക എക്സും വൈയും എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ x പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 2. അതുപോലെ ഇവിടെ y പ്ലസ് 4 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു മൈനസ് 3. അതായത് ഇതിന്റെ സെന്റർ ഇതാണ് നമുക്ക് മിഡ് പോയിന്റ് ആയിട്ട് കിട്ടുന്നത്. ഇത് രണ്ട് ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് 2 മൈനസ് 3. അപ്പോൾ എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 2, y പ്ലസ് 4 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു മൈനസ് 3. അപ്പം എക്സ് പ്ലസ് 1 ഈക്വൽ ടു 4, എക്സ് ഇസ് ഈക്വൽ ടു 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3. ഇവിടെ y പ്ലസ് 4 ഈക്വൽ ടു മൈനസ് 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ മൈനസ് 6. y ഈക്വൽ ടു മൈനസ് 6 മൈനസ് 4 ഇസ് ഈക്വൽ ടു മൈനസ് 10. അപ്പോൾ കോർഡിനേറ്റ്സ് ഓഫ് എ എന്ന് പറയുന്നത് 3, മൈനസ് 10. അടുത്തത് if a and b are minus 2, and 2, minus 4 respectively, then find the coordinates of P such that AP equal to 3 by 7 AB and P lies on the line segment AB. ഇവിടെ ലൈൻ സെഗ്മെന്റ് AB, അതിൽ എയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് -2, -2. ബി എന്ന് പറയുന്നത് 2, -4 ആണ്. P is a point, P lies on the line segment AB എന്നാണ്. അപ്പോൾ ഇവിടെയാണ്. അപ്പോൾ പി ഓഫ് എക്സ് വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് റേഷ്യോ എ പി ഈക്വൽ ടു 3 by 7 എ ബി, അതായത് എ പി ബൈ എ ബി ആണ് എന്ത് 3 by 7. അപ്പൊ എ പി എന്ന് പറയുന്നത് 3 ആണെങ്കിൽ പി ബി എന്ന് പറയുന്നത് എ ബി എന്താണ്, എ ബി 7 ആണ്. എ ബി 7 ആണ്, എ പി എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ നമുക്ക് പി ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, പി ബി എന്ന് പറയുന്നത് എ ബിയിൽ നിന്ന് എ പി മൈനസ് ചെയ്താൽ മതി. എ ബി മൈനസ് എ പി, അതായത് 7 മൈനസ് 3 ഈക്വൽ ടു 4.
പി ബി എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് റേഷ്യോ M1:M2 എന്ന് പറയുന്നത് 3:4 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക സെക്ഷൻ ഫോർമുല ഉപയോഗിച്ചിട്ട്. അപ്പോൾ സെക്ഷൻ ഫോർമുല അതായത് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു M1 എന്താണ് 3, M1 x2, ഇത് x1 y1, ഇത് x2 y2. M1 x2, M1 into x2 എന്ന് പറയുന്നത് 2 പ്ലസ് M2 x1 minus 2 divide by 3 plus 4, M1 into y2 minus 4 plus M2 into y1 എന്ന് പറയുന്നത് minus 2 divide by 3 plus 4. അപ്പോൾ ഇവിടെ 6 minus 8 by 7, ഇവിടെ -12 -8 divide by 7. അപ്പം നമുക്ക് കിട്ടുന്നത് ഇവിടെ -2/7, ഇതാണെങ്കിൽ -20/7. അപ്പോൾ കോർഡിനേറ്റ്സ് ഓഫ് എക്സ് അതായത് കോർഡിനേറ്റ്സ് ഓഫ് പി എന്ന് പറയുന്നത് -2/7 -20/7. Find the coordinates of points which divide the line segment joining A -2, 2 and B 2, 8 into 4 equal parts. അതായത് എ ബി എന്നുള്ള ഒരു ലൈൻ സെഗ്മെന്റ്, അവിടെ എയും ബിയും നമുക്ക് എന്താണ് തന്നിട്ടുണ്ട് -2, ബി എന്ന് പറയുന്നത് 2, 8 ആണ്. അതായത് 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 1 പാർട്ട് 2 പാർട്ട്. അപ്പോൾ പി ക്യു ആർ നമുക്ക് ഇതിന്റെ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 1, 2, 3, 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഓരോ കോർഡിനേറ്റ്സ് നമ്മൾ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് പി കാണാൻ വേണ്ടി സെക്ഷൻ ഫോർമുല ഇവിടെ 1:3, അതായത് let P divides AB internally in the ratio 1:3. നമുക്ക് സെക്ഷൻ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ പി എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ സെക്ഷൻ ഫോർമുല ഉപയോഗിച്ചിട്ട് ഇത് x1 y1, ഇത് x2 y2. സെക്ഷൻ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് പിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു M1 into x2 എന്ന് പറയുന്നത് 2 പ്ലസ് 3 M2 into -2 ഡിവൈഡ് ബൈ 1 പ്ലസ് 3. അതുപോലെ M1 into y2 എന്ന് പറയുന്നത് 8 പ്ലസ് 3 into y1 എന്ന് പറയുന്നത് 2 ഡിവൈഡ് ബൈ 1 പ്ലസ് 3. അപ്പോൾ നമുക്ക് പി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 2 - 6/3. ഇവിടെ 8 പ്ലസ് 6/4. അപ്പോൾ ഇവിടെ -4/4, -4/4ഉം ഇവിടെ 14/4 ആണ് വരുന്നത്. അപ്പോൾ -4/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1, ഇതിനെ നമുക്ക് ഷോർട്ട് ആക്കുമ്പോൾ ഇവിടെ 2 കൊണ്ടാണ് ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ 7/2, -1, 7/2 ആണ് എന്ത് കിട്ടുന്നത് പി എന്ന് പറയുന്നത് -1, 7/2. ഇനി ഇതിൽ നമുക്ക് ക്യൂ കാണാൻ വേണ്ടി ക്യൂ എന്ത് ചെയ്താൽ മതി, എ ബിയുടെ മിഡ് പോയിന്റ് ആണ് ക്യൂ. അപ്പോൾ മിഡ് പോയിന്റ് യൂസ് ചെയ്തിട്ട് കോർഡിനേറ്റ്സ് ഓഫ് ക്യൂ കണ്ടുപിടിക്കുക. ക്യൂ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് നമുക്ക് x1 + x2 ഡിവൈഡ് ബൈ 2 y1 + y2 ഡിവൈഡ് ബൈ 2 ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ -2 + 2 ഡിവൈഡ് ബൈ 2, ഇവിടെയാണെങ്കിൽ 2 + 8 ഡിവൈഡ് ബൈ 2. അപ്പോൾ ഇവിടെ ഇത് 0 ആയി. ഇവിടെ 10/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5. ക്യൂ എന്ന് പറയുന്നത് 0,5 ആണ് വരുന്നത്. ഇനി ആർ കണ്ടുപിടിക്കണമെങ്കിലും ഇതും നമുക്ക് മിഡ് പോയിന്റ്, അതായത് ഈ രണ്ടും ക്യൂവിൻ്റെയും ബിയുടെയും മിഡ് പോയിന്റ് ആണ് ആർ, അങ്ങനെയും കണ്ടുപിടിക്കുക. അപ്പോൾ 0 പ്ലസ് എക്സ് വൈ എന്ന് പറയുന്നത് 0 + 2 ഡിവൈഡ് ബൈ 2, 5 + 8 ഡിവൈഡ് ബൈ 2. അപ്പോൾ ഇത് 1 ആയി. ഇവിടെ 13/2. ഇത് 1, 13/2. Find the area of rhombus if its vertices are 3, 0, 4, 5, -1, 4 and -2, -1 taken in order. അപ്പോൾ ഒരു റോംബസ്, ഇതിൻ്റെ റോംബസിൻ്റെ എ ബി
സി ഡി. അതായത് എ എന്ന് പറയുന്നത് 3,0, ബി എന്ന് പറയുന്നത് 4,5, സി എന്ന് പറയുന്നത് -1,4, ഡി എന്ന് പറയുന്നത് -2, -1. ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ കാണാൻ വേണ്ടിയിട്ട്, അതായത് ഏരിയ ഓഫ് റോംബസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഏരിയ ഓഫ് റോംബസ്? ഏരിയ ഓഫ് റോംബസ് ഈക്വൽ ടു ½ ഇൻറ്റു d1 ഇൻറ്റു d2. അതായത് അതിൻ്റെ ഡയഗണൽ d1 d2 രണ്ട് ഡയഗണൽ ഉണ്ട്. ആ ഡയഗണലിനെ മൾട്ടിപ്ലൈ ഹാഫ് കൊണ്ട്, അതാണ് ഏരിയ ഓഫ് റോംബസ്. പക്ഷേ നമുക്കിവിടെ ഡയഗണൽ എത്രയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, എ സി എന്താണെന്നുള്ളത് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അതുപോലെ ബി ഡി ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എ സി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -1 -3 ഹോൾ സ്ക്വയർ plus 4 minus 0 whole square, that is equal to -4 square plus 4 square root 16 plus 16, അതായത് റൂട്ട് 32 ആണ് വരുന്നത്. 32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 16 ഇൻറ്റു 2 ആണ് 32. അപ്പോൾ 4 റൂട്ട് 2 ആണ് 32 എന്ന് പറയുന്നത്. അങ്ങനെ എഴുതാൻ അറിയുന്നില്ലെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അടുത്തത് ബി ഡി. ബി ഡി എന്ന് പറയുന്നതും ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യുമ്പോൾ ബി ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് 4 -2 എന്ന് പറഞ്ഞാൽ 4 + 2 ആയി. അതുപോലെ 5 -1 എന്ന് പറയുമ്പോൾ 5 + 1 ഹോൾ സ്ക്വയർ, ദറ്റ് ഈസ് ഈക്വൽ ടു 6 സ്ക്വയർ + 6 സ്ക്വയർ 36 + 36. ഇപ്പോൾ റൂട്ട് 36 + റൂട്ട് 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് 72 ആണ് വരുന്നത്. 72 എന്ന് പറയുമ്പോൾ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 3 2s are 6, 36. 36 എന്ന് പറഞ്ഞാൽ 6 റൂട്ട് 2. 72 എന്ന് പറയുമ്പോൾ 6 റൂട്ട് 2 വരും. നമുക്ക് ഇനി ഏരിയ ഓഫ് റോംബസ് ആണ് കാണേണ്ടത്. ഏരിയ ഈക്വൽ ടു ½ ഇൻറ്റു d1 എന്ന് പറയുന്നത് 4 റൂട്ട് 2 ഇൻറ്റു 6 റൂട്ട് 2. അപ്പോൾ ഇവിടെ നമുക്ക് 2 ക്യാൻസൽ ആയി. 12 റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് പറയുന്നത് 2. അപ്പോൾ 12 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 24 സ്ക്വയർ യൂണിറ്റ്. ഇത്രയാണ് ഏരിയ ഓഫ് റോംബസ് വരുന്നത്. ആ എക്സസൈസ് കഴിഞ്ഞു. അടുത്ത എക്സസൈസ് ഡിലീറ്റഡ് പോർഷനാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക.